നൂറനാട് ലെപ്രസി സാനിറ്റോറിയം ഡെർമറ്റോളജി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആശുപത്രിയിൽ നബാർഡ് RIDF പദ്ധതിയിൽ 23 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പുരുഷ വനിതാ വാർഡുകളുടെ ഉദ്ഘാടനവും സിമറ്റ് നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏറ്റവുമധികം പണം ചെലവഴിച്ച കാലമാണിത്. മാവേലിക്കര മണ്ഡലത്തിൽ മാത്രം 123 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തെ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തുമെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2019 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന് തറക്കല്ലിട്ടു. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ബഹുമാന MLA എന്നെ എപ്പോൾ കണ്ടാലും ആദ്യം പറയുന്നത് നൂറനാടിന്റെ കാര്യമാണ്. MLA പറയുന്നതും ചിന്തിക്കുന്നതും ഞാൻ മാവേലിക്കരക്കാരിയാണെന്നുള്ള നിലയിലാണ്. അങ്ങനെയാണ് കേട്ടോ. മാവേലിക്കരക്കാരി എന്ന് വെച്ചാൽ ഈ മാവേലിക്കരമായിട്ട് അത്ര ആത്മബന്ധമുണ്ട്. എൻ്റെ ജില്ല തൊട്ടടുത്ത ജില്ലയാണ്. ഇടയ്ക്ക് പിണങ്ങും, മിനിസ്റ്റർ അത് അങ്ങനെ ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് പിണങ്ങും, വാശി പിടിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി MLA ഇടപെടുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത തലത്തിലേക്ക് നമ്മുടെ ഈ ആശുപത്രി, ഇത് ഡയറക്ടർ ഹെൽത്ത് സർവീസസ് ആണ് ഡോക്ടർ റീന. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ഡെർമറ്റോളജി പ്രധാനമായിട്ട് ആ തലത്തിലുള്ള ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് മാറ്റുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ബഹുമാന MLA കഴിഞ്ഞ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. എന്നോട് പറഞ്ഞു എനിക്കത് വേണം, ഞാൻ പറഞ്ഞത് ചെയ്യാമല്ലോ, സബ്മിഷൻ ഉന്നയിക്കട്ടെ. ഞാൻ പറഞ്ഞു MLA ഉന്നയിച്ചോളൂ, മിനിസ്റ്റർ പറയുമോ? ഞാൻ പറഞ്ഞു പറയും. അങ്ങനെ മറുപടി പറഞ്ഞു. അത് ഞാൻ ഇവിടെ ഈ മണ്ണിൽ MLAക്കും MLAയുടെ പ്രിയപ്പെട്ടവർക്കും ഒപ്പം അത് നമ്മൾ പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ ഒരു വർഷം 2025 തന്നെ അത് സാധ്യമാക്കണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. കൂടാതെ മാവേലിക്കരയിൽ 132 കോടി രൂപയുടെ അതിമനോഹരമായ സംവിധാനം, മനോഹരമായ ഹോസ്പിറ്റൽ, ഏത് ഒരു ജില്ലാതല ആശുപത്രിയിൽ വെല്ലുന്ന സൗകര്യങ്ങളുള്ള ആശുപത്രിയാണ്. അപ്പോൾ നമ്മളൊരു 8 വർഷം മുൻപ് ഒരു ആശുപത്രിക്ക് ഒരു 10 ലക്ഷം രൂപ ഒന്നിച്ച് കിട്ടുക എന്ന് വെച്ചാൽ പ്രയാസമായി. ഇവിടെ നമ്മുടെ ജനപ്രതിനിധികളെല്ലാം ഇവിടെയുണ്ട്, പ്രസിഡന്റുമാരുണ്ട്, മെമ്പർമാരുണ്ട്, മുൻ പ്രസിഡന്റുമാരുണ്ട്. എന്താണെന്നറിയാമോ, നമുക്ക് കിട്ടുന്ന പ്ലാൻ ഫണ്ടിൽ നിന്ന്, ഓരോ വകുപ്പിനും ഓരോ വർഷവും കിട്ടുന്ന പ്ലാൻ ഫണ്ടിൽ നിന്നാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ. അപ്പോൾ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലാൻ ഫണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഘടകം മാത്രമാണ് നിർമ്മാണ പ്രവർത്തനം. അത് 491 സീറ്റുകളാണ് സർക്കാർ മേഖലയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് അതിൻ്റെ ഇരട്ടിയായ 1200-ലധികം സീറ്റുകൾ സർക്കാർ തലത്തിൽ മാത്രം മെറിറ്റ് സീറ്റുകൾ. അതിലൊന്ന് ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ മാവേലിക്കരയിലാണ് ഒരു കോളേജ് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. 7 കോളേജായിരുന്നിടത്ത് 14 കോളേജായിട്ട് സർക്കാർ മേഖലയിൽ നമുക്ക് ഉയർത്താൻ കഴിയും. സ്വകാര്യ മേഖലയിൽ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കണമെന്നുള്ളത് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏറ്റവും അധികം പണം ചെലവഴിച്ച കാലഘട്ടമാണിത്. ഒരു ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ 10 ലക്ഷം രൂപ ലഭിക്കുന്നതിനായി 10 മുതൽ 15 വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നിരുന്ന സാഹചര്യത്തിൽ നിന്നും ഇന്ന് ഓരോ മണ്ഡലത്തിലെയും ആരോഗ്യ സംവിധാനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ മാത്രം 123 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. രാജ്യത്ത് ഏറ്റവും അധികം സൗജന്യ ആരോഗ്യ സേവനം നൽകുന്ന സംസ്ഥാനമെന്ന പദവി കഴിഞ്ഞ 3 വർഷമായി കേരളത്തിനാണ്. സുശക്തമായ പൊതുജന ആരോഗ്യ സംവിധാനമാണ് കേരളത്തിൻ്റേതെന്നും മന്ത്രി പറഞ്ഞു. നബാർഡ് RIDF പദ്ധതിയിൽ 23 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പുരുഷ വനിതാ വാർഡുകളുടെ ഉദ്ഘാടനവും സിമറ്റ് നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കുകയായിരുന്നു. സാനിറ്റോറിയം ഒരു കാലഘട്ടത്തിൽ എത്രയോ മനുഷ്യരുടെ ജീവിതങ്ങളെ ചേർത്ത് പിടിച്ച സ്ഥാപനമായിരുന്നുവെന്നും ഇതിനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുവരികയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. പൂർണ്ണ സജ്ജീകരണങ്ങളോടെ ഈ വർഷം തന്നെ സ്പെഷ്യാലിറ്റി ആശുപത്രി സാധ്യമാക്കാനാണ് ശ്രമം. സാനിറ്റോറിയത്തിൽ ആരംഭിച്ചിട്ടുള്ള സിമറ്റ് നഴ്സിംഗ് കോളേജ് സർക്കാർ സംവിധാനത്തിലും ആരോഗ്യവകുപ്പിന് കീഴിലുമുള്ള സ്ഥാപനമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഇത് സ്വകാര്യ സ്ഥാപനമല്ല. 491 സീറ്റുകൾ ഉണ്ടായിരുന്നിടത്ത് സർക്കാർ ഇടപെടലിലൂടെ 7 കോളേജുകൾ കൂടി വന്നതോടെ 1200-ലധികം മെറിറ്റ് സീറ്റുകളാണ് വർദ്ധിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് നാട്ടിൽ തന്നെ പഠനം നടത്തുവാൻ ഇതിലൂടെ അവസരമുണ്ടാക്കിയതായും മന്ത്രി പറഞ്ഞു. MS അരുൺകുമാർ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഈ കെട്ടിടത്തിന് തറക്കല്ലിടുമ്പോൾ ശ്രീ പിണറായി വിജയൻ
അന്ന് സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കുക, അന്ന് ഏതാണ്ട് 160ഓളം പേഷ്യൻസ് ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്രത്തോളം ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് പിടിച്ചു നിർത്താനും പൂർണ്ണമായി ഒഴിവാക്കപ്പെടാനും കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് കടന്നിരിക്കുന്നു. നിങ്ങളിപ്പോൾ പരിശോധിക്കുമ്പോൾ അറിയാം, നമ്മുടെ നാടിനകത്ത് ആയുർദൈർഘ്യത്തിൻ്റെ ഒരു കണക്ക് അമേരിക്കയുടെയും നമ്മുടെയും വെച്ച് പരിശോധിച്ചാൽ അമേരിക്കയുടെ ആയുർദൈർഘ്യത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാളുടെ ആയുർദൈർഘ്യം അപ്പുറം നമുക്ക് കേരളത്തിൽ ജീവിക്കുന്ന ഒരാളുടെ ആയുർദൈർഘ്യം വരുന്നു എന്നുള്ളത് ആരോഗ്യ മേഖലയിൽ നാം കൈവരിച്ചിട്ടുള്ള വലിയ നേട്ടത്തിൻ്റെ ഒരു ശക്തിയാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KG റീന, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S രജനി, ഇന്ദിരാദാസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ B വിനോദ്, സ്വപ്ന സുരേഷ്, ഡോക്ടർ K മോഹൻകുമാർ, അഡ്വക്കേറ്റ് KR അനിൽകുമാർ, D രോഹിണി, ഷീബ സതീഷ്, DMO ഡോക്ടർ ജമുന വർഗീസ്, സീമെന്റ് ഡയറക്ടർ ആശ S കുമാർ, ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ VS ഷിംന, സൂപ്രണ്ട് ഡോക്ടർ KA ജിതേഷ്, മുൻ സൂപ്രണ്ട് ഡോക്ടർ PV വിദ്യ, സീമെറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ലതാ ദാമോദരൻ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. MLA ഫണ്ടിൽ നിന്നും 2.60 ലക്ഷം രൂപ വിനിയോഗിച്ചു വാങ്ങിയ ഫുള്ളി ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ഡെന്റൽ ചെയറിന്റെ ഉദ്ഘാടനവും MLA SDF-ൽ നിന്നും 5 ലക്ഷം രൂപ ചിലവഴിച്ച് കയർ കോർപ്പറേഷനിൽ നിന്നും മണ്ഡലത്തിലെ മുഴുവൻ അംഗനവാടികൾക്കുമായി വാങ്ങിയ ബെഡുകളുടെ വിതരണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. CD നെറ്റ് ന്യൂസ്, മാവേലിക്കര.